ഹലോ എവരി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റെയിൽവേയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷനായ RRB ലോക്കോ പൈലറ്റ്, അതായത് റെയിൽവേയുടെ തന്നെ ലോക്കോ പൈലറ്റിൻ്റെ എക്സാമുകളിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും അതിൻ്റെ എക്സാം പാറ്റേണും സിലബസും എല്ലാമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല ഇനി അടുത്ത വർഷത്തെ, അതായത് ഈ ഒരു 2025 എന്നൊരു വർഷത്തിൽ തന്നെ ALPയുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആവുന്ന ടൈമും ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, SSC RRB എക്സാമുകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആയിട്ടാണ് കേന്ദ്ര സർക്കാർ കാണുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ജോലികളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ, ALP എന്ന് പറയും, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ എന്ന് നമ്മൾ പറയും. നമ്മൾ എന്താണ്, റെയിൽവേയുടെ ട്രെയിൻ ഓട്ടിക്കുന്ന ആളുടെ ആ ഒരു ജോബാണ് ഇതിന് വരുന്നത്, ലോക്കോ പൈലറ്റ് തന്നെ അല്ലേ, കൺട്രോൾ ചെയ്യുന്ന റെയിൽവേയുടെ ട്രെയിനിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ലോക്കോ പൈലറ്റ് എന്ന്. അപ്പോൾ ആ ഒരു ജോലിയിലേക്ക് കടക്കാനുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വാക്കൻസീസ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം തന്നെ എന്താണ്, റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ പുതിയത് റിലീസ് ആവാൻ പോകുന്നത് കൊണ്ടാണ്. 2025 കലണ്ടർ പ്രകാരം റെയിൽവേയുടെ ഏറ്റവും ഫസ്റ്റ് എക്സാമിനേഷനായ ലോക്കോ പൈലറ്റ് വിളിക്കാനുള്ള ടൈം ആയതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ, നിങ്ങൾ എത്രയും എലിജിബിൾ ആണോ എന്നെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോഴേ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര നേരത്തെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെയിം ഓഫ് കണ്ടക്ടിങ് ബോഡി എന്ന് പറയുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നുള്ളതാണ്. ടോട്ടൽ വാക്കൻസീസ് ഇപ്പോൾ 2025 വർഷത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് 9,900 എന്നുള്ള റേഞ്ചാണ്. ഏകദേശം 10,000 എന്നുള്ള രീതിയിലേക്കുള്ള എന്താണ് വാക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. ടോട്ടൽ വാക്കൻസി 9,900 എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ വാക്കൻസി വിളിച്ചത്. നിങ്ങൾക്കറിയാം ALPയുടെ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ടയർ 1 കഴിഞ്ഞു, ടയർ 2ൻ്റെ എക്സാം ഇപ്പോൾ നടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചത്. അപ്പോൾ അവർ കൃത്യമായിട്ട് എക്സാം നടത്തുന്നു എന്ന് കാണിക്കാൻ വേണ്ടി കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു അപ്ഡേറ്റ് അവർ തരുന്നത്. അപ്പോൾ ALPയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ 2024 ടയർ 2 ഇപ്പോൾ നടക്കുന്നേ ഉള്ളൂ. അപ്പോഴാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന 2025 ടയർ 1 എന്ത് ചെയ്തിരിക്കുന്നത്, അവർ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത് ഏപ്രിൽ 10 മെയ് 9 ഇടയ്ക്കെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ടെൻറ്റേറ്റീവ് ആയിട്ട് വന്ന ഒരു ഡേറ്റ് ആണ്, ഏപ്രിൽ 10 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏപ്രിൽ 10 വെയിറ്റ് ചെയ്യാം, വരുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നാളെ വരുമോ ഇല്ലയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും ഏപ്രിൽ 10 മെയ് 9 ഇടയിലുള്ള ഡേറ്റ് ആണ് അവർ രജിസ്ട്രേഷൻ ഡേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ഓപ്പൺ ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ALPയുടെ ക്വാളിഫിക്കേഷനും മറ്റു ഡീറ്റെയിൽസും നമ്മൾ പറയുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ITI പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് പോലെയുള്ള കുറേ സബ്ജക്ട്സ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 18 to 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ റെയിൽവേയുടെ ALP ആവാൻ വേണ്ടി എത്ര വയസ്സ് വരെയാണ്, 18 to 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സാലറി വരുന്നത് സ്റ്റാർട്ടിംഗ് സാലറിയാണ് 19,000 പറയുന്നത്. 35,000 എന്നുള്ള റേഞ്ചിൽ നിൽക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് സാലറി 19,000 തൊട്ട് 35,000 വരെ ഉള്ള ഒരു സാലറി പാക്കേജ് പറയുന്നെങ്കിൽ പോലും ഏറ്റവും നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് ലോക്കോ പൈലറ്റ്. എന്നാൽ ജോലിയുടെ റിസ്ക് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അത്രത്തോളം ഷിഫ്റ്റുകൾ കയറി എടുക്കേണ്ട ഒരു ജോലി ആണെങ്കിൽ പോലും അതിൻ്റെതായ സാലറി അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബേസിക് പേ പോലെയാണ് പറയുന്നത്, വിത്തൗട്ട് അലവൻസ്. ഇതിൻ്റെ കൂടെ ഇനി അലവൻസ്, അതായത് ട്രാവൽ അലവൻസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കുക, അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ, ട്രെയിൻ സഞ്ചരിക്കുന്ന അത്രത്തോളം ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ട്രാവൽ അലവൻസ് ആയിട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പേ കമ്മീഷൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു സാലറി പാക്കേജ് ആണ്, നിയർ ബൈ ഒരു 1 lakh സാലറി പാക്കേജ് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ സാലറി നേച്ചർ വരുന്നത്. അത് കഴിഞ്ഞ് ജോബ് ലൊക്കേഷൻ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ കൊടുക്കുന്ന സോൺ അനുസരിച്ച് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജോലി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് നമുക്കറിയാം 4 സ്റ്റേജസ് ആണ് വരുന്നത്. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു റിട്ടൺ എക്സാമിനേഷൻ, അതായത് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് CBT 1 എക്സാമിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു CBT 2 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ സെക്കൻഡ് ലെവലുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഏറ്റവും ഓവറോൾ നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി ഒക്കെ മനസ്സിലാക്കുന്ന ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്. സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന CBAT ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത്, വിത്ത് മെഡിക്കൽ ടെസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോളാണ് അല്ലേ.
നിങ്ങൾക്കറിയാം ട്രെയിനിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും സേഫ്റ്റി കൺട്രോൾ ആയിട്ടുള്ള ഒരു ജോലി ആയതുകൊണ്ട് തന്നെ അത്രത്തോളം പക്കയായിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റുകൾ നേരിട്ടിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്റ്റഡ് ആവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളുക. അതുപോലെ തന്നെ റെയിൽവേയുടെ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, indianrailways.gov.in അല്ലെങ്കിൽ rrb.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വന്നിട്ടുള്ള വാക്കൻസി അനുസരിച്ച് നമുക്കറിയാം ഓരോ സോൺ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ ചെന്നൈ ഒക്കെ വരുന്നത്, നമുക്ക് കേരള, നമ്മുടെ ട്രിവാൻഡ്രം ഇതെല്ലാം വരുന്നത് എന്താണ്, സദേൺ സോണിലാണ്. ഇതുപോലെ മുംബൈ ഉണ്ട്, ഡൽഹി ഉണ്ട്, ഇതൊക്കെ വരുന്നത് നോർത്തേൺ അല്ലെങ്കിൽ വെസ്റ്റേൺ സോണുകളിലാണ്. അപ്പോൾ അങ്ങനെ ഓരോ സോണുകൾ റെയിൽവേക്ക് വേണ്ടിയായിട്ട് ഫിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ സോൺ അനുസരിച്ചായിരിക്കും വാക്കൻസി വരുന്നത്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സോണിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വന്നിട്ടുള്ള വാക്കൻസീസ് ഒക്കെ മനസ്സിലാക്കി ഏത് സോണിലാണെന്ന് അറിഞ്ഞിട്ടേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം അവിടെ ആയിരിക്കും നമുക്ക് ജോബ് പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അത്രത്തോളം മനസ്സിലാക്കി അറിഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എടുത്ത് ചാടി ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇവിടെ കണ്ടറിയാം സെൻട്രൽ റെയിൽവേ. ശരിക്കും സെൻട്രൽ റെയിൽവേ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഏതാണ് മഹാരാഷ്ട്ര, മുംബൈ, അതുപോലെ തന്നെ ഈ പറയുന്ന ഏതാണ് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അങ്ങനെയൊക്കെ കുറേ ഉള്ള സ്ഥലങ്ങളാണ് സെൻട്രൽ റെയിൽവേയിൽ വരുന്നത്. പിന്നെ എന്താണ് നോർത്തേൺ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ജമ്മു, ആ ഒരു രീതിയിലൊക്കെ ഉള്ള റെയിൽവേസ് ആണ്. ഈസ്റ്റേൺ റെയിൽവേ എന്ന് പറയുന്നത് നമ്മുടെ കൊൽക്കത്ത, ആ ഒരു ഭാഗങ്ങളൊക്കെ അവിടെ വരും കേട്ടോ. അങ്ങനെയുണ്ട്. നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് ഏതാണ്, സദേൺ റെയിൽവേ, നമ്മുടെ ചെന്നൈ, ട്രിവാൻഡ്രം സോണൊക്കെ വരുന്നത് സദേൺ റെയിൽവേ ആണ്. 510 വാക്കൻസീസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 510 വാക്കൻസീസ് സദേൺ റെയിൽവേ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കൻസി ആയിരുന്നു സൗത്ത് വെസ്റ്റേൺ റെയിൽവേ എന്ന് പറയും. ഇവിടെ വെസ്റ്റേൺ ഒക്കെ എന്താണ്, ഗുജറാത്ത് ആ ഭാഗങ്ങളാണ് കേട്ടോ. പക്ഷെ നമുക്ക് ശരിക്കും ഒരു സൗത്ത് വെസ്റ്റേൺ ഭാഗവും കൂടെ ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് ബാംഗ്ലൂരു ഒക്കെ വരുന്ന സെൻറ്റർ ആയിരുന്നു കേട്ടോ. ബാംഗ്ലൂരു ഒക്കെ വരുന്നത് ശരിക്കും സൗത്ത് വെസ്റ്റേണിലാണ്. പക്ഷേ ഇത്രയും വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ, അതായത് നമുക്ക് ടോട്ടൽ 18 സോണുകളുണ്ട്, പക്ഷെ അതിൽ 16 സോണുകളെ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയില്ല ഇനി വിളിക്കുമോ ഇല്ലേ എന്ന്. പക്ഷെ വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വാക്കൻസി റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവർ അതിലേക്ക് എന്ത് ചെയ്യാത്തത്, ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇനി അടുത്ത ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനായിട്ട് വന്നത്. ഇനി അറിയില്ല ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ആകുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ എപ്പോഴെങ്കിലും ഒരു ഇടയ്ക്ക് വല്ലതും ഇവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വാക്കൻസി ഇടുന്നുണ്ടെങ്കിൽ അവർ അറിയിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ള നിലവിലുള്ള വാക്കൻസീസ് ഇത്രയാണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ബാംഗ്ലൂരു ഒരു സോണായിട്ട് അവർ തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും വാക്കൻസീസ് വേണം. ഏറ്റവും കൂടുതൽ വാക്കൻസീസ് ഇവിടെ വന്നിട്ടുള്ളത് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 1461 വാക്കൻസി ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈസ്റ്റ് കോസ്റ്റ് അറിയാലോ, നമ്മുടെ ഏത് ഭാഗം, കൊൽക്കത്ത ആ ഒരു ഭാഗം മൊത്തമാണ്, ഒഡീഷ ആ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ദൂരെ ചെന്ന് റെയിൽവേ സോൺ ആയതുകൊണ്ട് നമുക്ക് കുറേ ദൂരെ ചെന്ന് വർക്ക് ചെയ്യുന്നതിൽ അതിൻ്റേതായ കുറേ ടാസ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വഴി അറിഞ്ഞോളും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇത്രയും വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം 9000+ വാക്കൻസീസ് എന്തായാലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 10,000 നിയർ ബൈ വാക്കൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഒന്ന് നോക്കി നോക്കാം. ഇനി അടുത്ത് നിങ്ങൾ പറഞ്ഞു 24-നാണ് ഈ ഒരു ഷോർട്ട് നോട്ടീസ് വന്നത്. ഏപ്രിൽ 9-നാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇന്ന് വൈകിട്ടാണ് റിലീസ് ആവുമെന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇനി അടുത്ത് ALP ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 10-നാണ്. ഏപ്രിൽ 10-ന് സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് ഡേറ്റ് മെയ് 9 പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി നോക്കിയാലേ അറിയാവൂ. എന്തായാലും ഈ ഡീറ്റെയിൽസ് എല്ലാം പക്കയാണ് കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും 1 ജൂലൈ 2025 നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സായിരിക്കണം. നിങ്ങളുടെ മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സും മാക്സിമം ഏജ് 30 വയസ്സും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ജൂലൈ 1, 2025 നിങ്ങളുടെ മിനിമം ഏജ് 18, മാക്സിമം ഏജ് 30 വയസ്സും ആയിരിക്കണം. ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. SC SCക്ക് 5 വർഷത്തിൻ്റെ റിലാക്സേഷൻ കാണും. OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിൻ്റെ റിലാക്സേഷൻ കാണും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു 18, 30 എന്ന് പറഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെയാണ്. അവിടെ SC SCക്കൊക്കെ വരുമ്പോൾ 35 വയസ്സ് വരെ, OBCക്ക് ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളവരെ കാര്യം ഒന്ന് മനസ്സിലാക്കിയോളൂ. 1 ജൂലൈയുടെ നിങ്ങളുടെ ഏജിൻ്റെ ക്രൈറ്റീരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡേറ്റ് കൃത്യമായി മനസ്സിലാക്കി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അങ്ങനെയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എന്തൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ SSLC + ITA ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLCയും ITA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രം NCVT, SCVT റെക്കഗ്നൈസ്ഡ് ട്രേഡ്സ് സച്ച് ആസ് കോയിൽ വിൻഡർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ഫിറ്റർ, ഹീറ്റ് എഞ്ചിൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മെഷീനിസ്റ്റ്, അങ്ങനെ എന്ത് ITA കോഴ്സാണോ നിങ്ങൾ എടുത്തത്, ട്രാക്ടർ മെക്കാനിക്, ടേണർ, വയർമാൻ, അതുപോലെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക്, അങ്ങനെ എന്തൊക്കെ
ആണോ നിങ്ങൾ IT ആയിട്ട് പഠിച്ചത്, IT ഏതെടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. ITA പ്ലസ് SSLC പ്ലസ് IT ആണ് നിങ്ങൾ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ALPക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അതാണ് ഫസ്റ്റ് ആളെന്ന് പറയുന്നത്. ITA പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത് വരുന്നത് SSLC കഴിഞ്ഞ് അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർ. അപ്രന്റീസ്ഷിപ്പ് അറിയാലോ, കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്, CCAA എന്ന് പറയുന്ന സംഭവം ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് SSLC പ്ലസ് ITA ചെയ്തവർക്ക് ചെയ്യാം, SSLC പ്ലസ് അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക്, CCAA ചെയ്തവർക്ക് പറ്റും കേട്ടോ. അതായത് എബോ മെൻഷൻഡ് ആയിട്ടുള്ള ഈ ഒരു ട്രേഡ് കോഴ്സുകൾക്ക്, അതായത് ഈ ഒരു ITA കോഴ്സുകൾക്കാണ് നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക്, ബാച്ചിലേഴ്സ് അല്ല ഡിപ്ലോമ ഉള്ളവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് സ്ട്രീം കോമ്പിനേഷൻ, എഞ്ചിനീയറിംഗ് സ്ട്രീമുകൾ പഠിച്ചവർക്ക്, കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീം ഫ്രം ദ എബോവ് മെൻഷൻഡ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ഇൻ പ്ലേസ് ഓഫ് ITA. ITAക്ക് പകരം ഈ പറയുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ ഈ പറയുന്ന എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ എന്ത് എഞ്ചിനീയറിംഗ് ആണോ നിങ്ങൾ ചെയ്തത് ആ എഞ്ചിനീയറിംഗിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് സ്ട്രീം കോമ്പിനേഷൻ ആണ് പറഞ്ഞത്. ഈ ഒരു വേരിയസ് സ്ട്രീംസുകളിലെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ നോർമൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. നോർമൽ ഡിഗ്രി ഹോൾഡേഴ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റാതെ ഉള്ളൂ. ബാക്കി നമ്മുടെ ITA, CCA അപ്രന്റീസ്ഷിപ്പ് ചെയ്ത കാൻഡിഡേറ്റ്സിനും അതുപോലെ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സിനുമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഇനി റെയിൽവേ അസിസ്റ്റന്റ് പൈലറ്റ് സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു പ്രത്യേകം സിലബസ് കാണും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ക്വാളിഫൈ ചെയ്യണം. അതിൻ്റെ കട്ട് ഓഫ് ഒക്കെ വന്നിട്ട് അതിൻ്റെ രണ്ടാമത്തെ ടയർ വിളിക്കുമ്പോൾ അതും എന്ത് ചെയ്യണം, സ്റ്റേജ് 2 ക്വാളിഫൈ ആവണം. അത് കഴിഞ്ഞിട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, CBAT ടെസ്റ്റ്, ശരിക്കും സൈക്കോമെട്രിക് ടെസ്റ്റ്. ഒരു പ്രശ്നം തന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള നിങ്ങളുടെ ബിഹേവിയർ, ആ പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഇങ്ങനെ കുറേ സ്കിൽസ് നിങ്ങൾ മെൻ്റലി നിങ്ങൾ എത്രത്തോളം ഫിറ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഡെവലപ്ഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറേ ടാസ്കുകളായിരിക്കും ഏത് തരുന്നത്, ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ തരുന്നത്. മെമ്മറി ടെസ്റ്റ് പോലെയുള്ള പല സാധനങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യമാണ് അതിൽ വരുന്നത്. ലാസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ, ഭയങ്കര ക്രൂഷ്യലായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് മെഡിക്കൽ എക്സാമിനേഷൻ കേട്ടോ. അപ്പോൾ അതും എന്ത് ചെയ്യണം, അത്രയും സീരിയസ് ആയിട്ട് തന്നെ കാണണം. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന കാര്യം കേട്ടോ. അത് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒപ്പം തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ഇനി അടുത്ത് വരുന്നത് നമുക്കറിയാം, ഈ പറയുന്ന ഈ കോഴ്സസിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പല നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ചാനലിൽ ഒരുപാട് എന്താണ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട് ഈ സിലബസിനുള്ള ക്ലാസ്സസ് ഉണ്ടോ. നമ്മൾ ആക്ച്വലി നമ്മുടെ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് റെയിൽവേ ആൻഡ് SSC ആൻഡ് ബാങ്ക് എന്ന് പറയുന്ന ഈ ഇത്രയും സബ്ജക്ട്സുകളാണ്. ഇത് വേണ്ടിയാണ് ഇത്രയും ഓപ്ഷൻസിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലും ക്ലാസ്സസ് എടുക്കാറുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ വരുന്ന സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന ഏതൊരു ജോലി ആയാലും ഇതിൻ്റെ ബേസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് SSCയുടെ ബേസിസ്. ഇപ്പം ഞാനിവിടെ റെയിൽവേയുടെ സ്പെഷ്യൽ ബാച്ചസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ദിശയുടെ ഏതൊരു ഇപ്പം 10ാം ക്ലാസ് ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു ഇതാണ് നിങ്ങൾ എടുത്തെങ്കിൽ, അതിപ്പോൾ BSF ട്രേഡ്സ്മാൻ, ITBP റിക്രൂട്ട്മെൻറ്റ്, അങ്ങനെയൊക്കെ വരുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്സുകളാണെങ്കിൽ 10ാം ക്ലാസ് ബേസ് ആണെങ്കിൽ നിങ്ങൾക്ക് GD അല്ലെങ്കിൽ RPF കോൺസ്റ്റബിൾ പോലുള്ള എക്സാംസുകൾ എടുത്ത് പഠിച്ചാൽ മതി. അല്ല ഇതിൻ്റെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ CGL, CHSL, കാരണം ഇതിൻ്റെയൊക്കെ കണ്ടന്റ് ഏകദേശം സെയിം ആണ്. പിന്നെ ഇതിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതിൽ എന്ത് ചോദിക്കും, ട്രേഡ് സ്പെഷ്യൽ ആയിട്ടുള്ള സബ്ജക്ട്സുകൾ ചോദിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യാത്തത്. പക്ഷെ ബാക്കിയെല്ലാ സബ്ജക്ട്സും നമ്മൾ ശരിക്കും കോഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് ഈ പറയുന്ന പോലെ SSCയുടെ മിക്സ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ഇതിലും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് റെയിൽവേയുടെ സ്പെഷ്യൽ ഓൺലൈൻ ബാച്ചസ് ഏതിനൊക്കെ ഉണ്ട്, ഈ പറയുന്ന ALP ലോക്കോ പൈലറ്റിനുണ്ട്, ജൂനിയർ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ, ഗ്രൂപ്പ് D, NTPC, RPF, SI കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ബാച്ചസ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ടൈം നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ലൈവ് കോഴ്സസും എന്ത് ചെയ്യാറുണ്ട്, ഓൾറെഡി സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം, അതായത് റെയിൽവേ ലോക്കോ പൈലറ്റ് വന്നു, ഇനി നിങ്ങൾക്ക് പഠിച്ച്
പഠിച്ചു തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഓൺലൈൻ ബാച്ച് ഓൺലൈനിൻ്റെ നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ വിളിച്ച് ചോദിക്കാം. ഇനി ഓഫ്ലൈനിൽ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേ സ്പെഷ്യൽ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. നമുക്ക് തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റിലാണ് നമ്മുടെ ബ്രാഞ്ചസ് വരുന്നത്. അവിടെ എല്ലാം നിങ്ങൾക്ക് എന്താ ഓഫ്ലൈനായിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിലും പഠിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം, ഏതൊരു എക്സാമിനായാലും ബേസ് എന്ന് പറയുന്നത് എപ്പോഴും SSC റെയിൽവേ എക്സാംസുകളാണ്. അപ്പോൾ ആ ഒരു ഇത് സിസ്റ്റം നിങ്ങൾ കൃത്യമായി പഠിക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ എക്സാമുകൾക്കും സെൻട്രൽ ഗവൺമെൻറ്റിൽ ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അതനുസരിച്ച് എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു കാര്യം പഠിച്ച് ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കോഴ്സസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത RRB ALPയുടെ എക്സാം പാറ്റേൺ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളൊരിതുണ്ടല്ലോ. നിങ്ങൾ ഇനിയിപ്പോൾ പ്രൊമോഷൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ എന്താണ് കോഴ്സസിൻ്റെ ഇത് കണ്ടിട്ട് എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വരേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RRB ALPയുടെ എക്സാം പാറ്റേൺ ഉണ്ട് അല്ലേ, ALP എക്സാം പാറ്റേണുകളുണ്ട്. അതായത് അതനുസരിച്ച് പഠിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നോക്കണം. അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കി വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി പഠിക്കുന്നവരാണെങ്കിൽ യൂട്യൂബിൽ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ പറയുന്ന പോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ് ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മാത്സ് ആണ്, അത് കഴിഞ്ഞ് ജനറൽ അവയർനെസ് ആണ്, അത് കഴിഞ്ഞ് ജനറൽ സയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ടോപ്പിക്സുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് റീസണിങ്, മാത്സ്, GS, അതുപോലെ GSും ജനറൽ അവയർനെസ്, GKയും GSും ആണ് വരുന്നത് കേട്ടോ. എല്ലാത്തിനും ഓരോ സ്പെസിഫൈഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. റീസണിങ്ങിനാണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ്, മാത്സിനാണെങ്കിൽ 20 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ് GKക്ക് ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻ, ജനറൽ സയൻസ് എടുത്ത് പറയുന്നുണ്ട്. ജനറൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് ജനറൽ സയൻസ്. അതെന്താണ് 20 മാർക്ക്, 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനെല്ലാം 1 മാർക്ക് വെച്ചിട്ടാണ് കേട്ടോ, ഇൻറ്റു 1 മാർക്കാണ് നമുക്ക് വരുന്നത്. അങ്ങനെ 75 ക്വസ്റ്റ്യൻസ് 75 മാർക്കിനാണ് ചോദിക്കുന്നത്. 1/3 ആണ് നെഗറ്റീവ്. അതായത് 3 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് പോകും എന്നുള്ള രീതിയിലാണ് നെഗറ്റീവ് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. നമ്മുടെ ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂർ. ഓക്കെ, ഈ ഒരു 75 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് 1 മണിക്കൂർ സമയമുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഇതിൽ നിന്ന് മേടിക്കാൻ പറ്റും. ജനറൽ അവയർനെസ് ആയാലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള GK ആയിരിക്കും വരുന്നത്. ജനറൽ സയൻസും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾ PYQ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത അല്ലെങ്കിൽ മാത്സ് ആയാലും റീസണിങ് ആയാലും എല്ലാം എന്താണ് ഒരു 10th ലെവൽ ബേസിസിൽ നിങ്ങൾക്ക് പഠിച്ച് കയറാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത്യാവശ്യം നല്ല ടഫിലാണ് ചോദിക്കുന്നതെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് ALP എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടാസ്കുകൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിക്കുക, സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കൃത്യമായ രീതിയിൽ പ്രോപ്പറായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓഫ്ലൈൻ ബാച്ചസിലോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലോ ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ALPയുടെ കൃത്യമായ നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ, അതായത് ഫസ്റ്റ് ടയറൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ടൈം, അതായത് ഈ പറയുന്ന പോലെ എന്താണ് ആപ്ലിക്കേഷനൊക്കെ ക്ലോസ് ആയി വരുന്നപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ഏകദേശം സിലബസ് കവർ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ വളരും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇനി അടുത്ത ALPയുടെ എക്സാം പാറ്റേൺ CBT 2 സ്റ്റേജ് 2-നാണെങ്കിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. 100 മാർക്കാണ് ഫസ്റ്റ് പാർട്ട് A. പാർട്ട് Aയും ഉണ്ട്, പാർട്ട് Bയും ഉണ്ട്. പാർട്ട് B 75 മാർക്കിനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മൊത്തം 175 ആണ്. 175 ക്വസ്റ്റ്യൻസും 175 മാർക്കുമാണുള്ളത്. അതിന് എത്രയാണ്, ഓരോ സെക്ഷനും ഓരോ മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. 90 മിനിറ്റ്, 1.5 മണിക്കൂറാണ് ഫസ്റ്റ് സെഷന്. അതെന്താണ്, നമ്മൾ ഈ ടയർ 1-ന് പഠിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ്, മാത്സ്, റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. പക്ഷേ ഇവിടെ എന്താണ് അഡീഷണൽ ഒരു പോയിന്റ് വരുന്നത്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. കാരണം ഇതെന്താണ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ളതാണ്. അപ്പം നിങ്ങൾ ആ ഒരു ട്രേഡിൽ ഓക്കെ ആണോ എന്ന് അറിയാനാണ് ഈ ഒരു ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് എടുക്കുന്നത് കേട്ടോ. അതുപോലെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ട്രേഡ് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ പ്രൊഫഷണൽ നോളജ്, അതായത് നിങ്ങളിപ്പോൾ മെക്കാനിക്കൽ സ്ട്രീമിൽ നിന്നാണോ എടുത്തത്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആണോ, ഇലക്ട്രോണിക്സ് ആണോ, ഓട്ടോമൊബൈൽ ആണോ, ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്ത ആ ട്രേഡ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് സ്ട്രീം വെച്ചിട്ടാണോ അപ്ലൈ ചെയ്തത് അതായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ടെസ്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ അത് എത്ര മാർക്കാണ്, 75 ക്വസ്റ്റ്യൻസ് 75 മാർക്കിന് 1 മണിക്കൂർ സമയമാണ് നിങ്ങളുടെ പ്രൊഫഷണൽ നോളജ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ALPയുടെ സെക്കൻഡ് ടയർ വരുന്നത്. ബാക്കിയെല്ലാം ബേസിക് ആണ്, മാത്സ്, റീസണിങ്, പിന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വളരെ കുറച്ച് പോർഷനാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 100 മാർക്കിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ട്രേഡ് ടെസ്റ്റ് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള സാധനമാണ്, എന്താണ് നിങ്ങൾ പഠിച്ച സാധനമാണ് അവരെന്ത് ചെയ്യുന്നത് വീണ്ടും ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോളും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജ് 2-ൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ സ്റ്റേജ് 1 ഉണ്ട്,
സ്റ്റേജ് 2 ഉണ്ട്. അത് രണ്ടും ക്വാളിഫൈ ആയതാലേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കിക്കോളാം, മെഡിക്കൽ സ്റ്റാൻഡേർഡും ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ റോൾ വഹിക്കുന്നുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഏതൊരു എക്സാമിനേക്കാളും ഒന്നാമതാണ് നിൽക്കുന്നത്. അതായത് ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പക്ക A1 ആണ്. A1 എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ സ്റ്റാൻഡേർഡ്, അവിടെ ഒരു കുറവും വരാൻ പറ്റില്ല. അങ്ങനെ ഒരു അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ് ശരിക്കും പറഞ്ഞാൽ ലോക്കോ പൈലറ്റിനുള്ളത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 ആയാലേ പറ്റുള്ളൂ. വേറെ ഒരു പ്രോബ്ലംസും നിങ്ങൾ ഇന്റേണലി ആയാലും നിങ്ങൾ ഫിസിക്കലി ആയാലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഈവൻ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പോലും അത്രയും ക്ലിയർ ആയിട്ട് മാത്രമേ അവരെന്ത് ചെയ്യാറുള്ളൂ, ചെക്ക് ചെയ്യാറുള്ളൂ. അതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയുന്നത്. ഡിസ്റ്റൻസ് വിഷൻ 6/6 തന്നെ ആയിരിക്കണം. നിങ്ങളിപ്പോൾ സ്നെൽസ്റ്റ് ചാർട്ട്, ഇപ്പോൾ നിങ്ങൾ കണ്ണാടിയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ, കണ്ണാടിയൊക്കെ വയ്ക്കാൻ പോകുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ടിലെ എല്ലാ ലെറ്റേഴ്സും ഫുൾ ഇതും വായിച്ച് കഴിയാൻ പറ്റണം. അതാണ് 6/6 എന്ന് പറയുന്ന വിഷൻ. അതെന്ത് ചെയ്യണം, വിത്തൗട്ട് ഗ്ലാസസ് നിങ്ങൾ വായിക്കണം. അപ്പോൾ ഗ്ലാസ് വെച്ച് ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വിത്തൗട്ട് ഗ്ലാസസ് ആണ്. അപ്പോൾ ഗ്ലാസ് ഇല്ലാണ്ട് നിങ്ങൾ 6/6 വിഷൻ ഉള്ളവർ മാത്രമേ ഇതിനു വേണ്ടി എന്ത് ചെയ്യാവുള്ളൂ, അവർ ശ്രമിക്കാൻ പാടുള്ളൂ. കാരണം അത്രത്തോളം അവരെന്ത് ചെയ്യാറുണ്ട്, മെഡിക്കൽ ടെസ്റ്റ് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് വാല്യൂറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിയർ വിഷൻ 0.6 ആണ്. ഇനി അടുത്തതാണ് കളർ വിഷൻ ടെസ്റ്റ് ഉണ്ട്, ബൈനോക്കുലർ വിഷൻ ഉണ്ട്, നൈറ്റ് വിഷൻ, മിസോപ്പിക് വിഷൻ, ഇങ്ങനെ കുറേ വിഷൻ ടെസ്റ്റുകളുണ്ട്. ഈവൻ എല്ലാ കാര്യങ്ങളും അവർ ഇതുപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി. ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പിന്നെ പറഞ്ഞു തരാം. എന്തായാലും A1 സ്റ്റാൻഡേർഡ് ആണ്. കണ്ണിൻ്റെ കാര്യത്തിൽ അവർ ഒരു കോംപ്രമൈസും ചെയ്യില്ല. 6/6 ആണ് വിഷൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് മനസ്സിലാക്കുക. ഈ അടുത്ത് നിങ്ങൾക്ക് വരുന്ന ഫീസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UR കാൻഡിഡേറ്റ്സിനും OBCക്കും എത്രയാണ്, 500 രൂപയാണ് കേട്ടോ. UR OBC കാൻഡിഡേറ്റ്സിന് 500 രൂപയും, SC ST എക്സ് സർവീസ്, PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റി, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇങ്ങനെ വരുന്ന ബാക്കി എല്ലാ പേർക്കും എത്രയാണ്, 250 രൂപയാണ് വരുന്നത്. എത്രയാണ്, 250 രൂപ. ഇതിൽ റീഫണ്ടബിൾ ആയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പൈസ പറയുന്നത് കേട്ടോ. 500 രൂപ അടച്ച് 250 രൂപ റീഫണ്ട് ചെയ്യും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാം. അൺറിസർവ്ഡ് ആൻഡ് OBC കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്തായാലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ ഏജ് ലിമിറ്റ് നിങ്ങൾ മനസ്സിലാക്കുക, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യണതെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളെല്ലാം കൊണ്ടും ഓക്കെ ആണ്, ഇതിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു നോട്ടിഫിക്കേഷൻ ലൈവ് ആകുമ്പോൾ തന്നെ ഇതിന് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നേ തന്നെ കരുതി അതിന് വേണ്ടിയായിട്ട് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാ പേർക്കും ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇത് നേടാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അത്യാവശ്യം നല്ല സാലറിയാണ്, പക്ഷെ അതിൻ്റെതായ കുറേ റിസ്ക് വശങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യണം. നല്ലൊരു പോസ്റ്റാണ്. മറ്റ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിലൊക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.